കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോ കാർബണുകളെ എങ്ങനെ തരം തിരിക്കാം എന്ന് പഠിച്ചു. ഒരു തവണ കൂടി അതിവിടെ പറയുകയാണ്. ഹൈഡ്രോ കാർബണുകളെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന് സാച്ചുറേറ്റഡ്, രണ്ട് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടും അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടുമാണ്. സിംഗിൾ ബോണ്ടിനെ വിളിക്കുന്ന യഥാർത്ഥ പേര് ആൽക്കെയിൻ എന്നും ഡബിൾ ബോണ്ടിനെ ആൽക്കീൻ എന്നും ട്രിപ്പിൾ ബോണ്ടിനെ ആൽക്കൈൻ എന്നുമാണ് വിളിക്കുന്നത്. ഈ മൂന്ന് വിഭാഗത്തിലുള്ള ഹൈഡ്രോ കാർബണുകളെ എങ്ങനെയാണ് പേര് നൽകുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കാർബൺ ആറ്റങ്ങൾക്ക് പേര് നൽകുന്നതിന് മുൻപ് കാർബൺ ആറ്റങ്ങൾ എണ്ണുന്നത് എങ്ങനെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. നോക്കൂ, ഒരു കാർബൺ ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്നത് മെത്ത് എന്നാണ്. അതേസമയം രണ്ട് കാർബൺ ആറ്റങ്ങളാണെങ്കിൽ എത്ത് എന്ന് വിളിക്കുന്നു. മൂന്നാണെങ്കിൽ പ്രോപ്പ്, നാലാണെങ്കിൽ ബ്യൂട്ട്, അഞ്ചാണെങ്കിൽ പെൻ, ആറാണെങ്കിൽ ഹെക്സ്, ഏഴാണെങ്കിൽ ഹെപ്റ്റ്, എട്ടാണെങ്കിൽ ഒക്ട്, ഒൻപതാണെങ്കിൽ നോൺ, 10 ഡെക്ക് എന്ന് വിളിക്കും. അതായത് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക്ക്. ഇങ്ങനെ കാർബൺ ആറ്റത്തിലെ എണ്ണം ആദ്യമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്തതായി ആൽക്കൈനുകൾക്ക് പേരിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആൽക്കൈനുകൾക്ക് പേരിടുന്നത് വളരെ സിമ്പിളാണ്. കാർബണുകൾ എണ്ണുക, അതിൻ്റെ കൂടെ എയിൻ ചേർക്കുക. ഇവിടെ കാർബണുകൾ എഴുതുമ്പോൾ സിംഗിൾ ബോണ്ടിങ് ആണ്, അതായത് കാർബണുകൾക്കിടയിൽ ഓരോ വരകളാണ്. അപ്പോൾ വരകൾക്കനുസരിച്ച് ഹൈഡ്രജൻ നമ്മൾ ചേർക്കണം. നോക്കൂ, ഏറ്റവും അറ്റത്തെ കാർബണിന് 3 ഹൈഡ്രജൻ, ബാക്കിയുള്ളതിന് 2. ഓക്കെ, കാരണം അറ്റത്തെ ഹൈഡ്രജന് ഒരു വര മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പോരാത്തത് 3 ഹൈഡ്രജനുകൾ ചേർക്കണം. ഇനി പെൻറ്റാണ് ഇവിടെ എണ്ണുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് പെൻറ്റൈൻ. വീണ്ടും കാർബണുകൾ എഴുതുന്നു. 4 കാർബണുകളാണ് എടുത്തിട്ടുള്ളത്. 4 കാർബണുകൾക്കിടയിൽ സിംഗിൾ ബോണ്ട്. അറ്റത്തെ കാർബണുകൾക്ക് ഹൈഡ്രജൻ 3, ഇടയിലുള്ള കാർബണുകൾക്ക് 2 വീതം. ബ്യൂട്ട്, അതായത് ബ്യൂട്ടൈൻ. അടുത്തതായി കാർബണുകൾ 3, മെത്ത്, എത്ത്, പ്രൊപ്പ്, പ്രൊപ്പൈൻ. വീണ്ടും കാർബണുകൾ 2, മെത്ത്, എത്ത്, എത്തൈൻ. വീണ്ടും ഒരു കാർബൺ മെത്ത്, അതായത് മെത്തൈൻ. ഓക്കെ, ഇനി നാം പറയാൻ പോകുന്നത് ഈ കാർബണുകളെ ഒന്ന് എണ്ണി ഹൈഡ്രജന്റെ എണ്ണവും നമുക്ക് നോക്കാം. ഇവിടെ കാർബണുകളെ എണ്ണുമ്പോൾ 5 കാർബണിന് 12 ഹൈഡ്രജൻ, 4 കാർബണിന് 10 ഹൈഡ്രജൻ, 3 കാർബണിന് 8 ഹൈഡ്രജൻ, 2 കാർബണിന് 6 ഹൈഡ്രജൻ, വീണ്ടും ഒരു കാർബണിന് 4 ഹൈഡ്രജൻ. ഇങ്ങനെയാണ് കിട്ടുന്നത്. അതായത് കാർബണിന്റെ എണ്ണം എടുത്താൽ ആ എണ്ണത്തിന്റെ ഇരട്ടിയോടുകൂടി 2 കൂട്ടിയാൽ അതാണ് ആൽക്കൈൻ എന്ന് പറയുന്നത്. അതായത് ആൽക്കൈൻ്റെ മോളിക്കുലർ ഫോർമുല CnH2n+2. അടുത്തതായി നാം ഡബിൾ ബോണ്ടിന് പേര് കൊടുക്കുകയാണ്. അതായത് ആൽക്കീന് പേര് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കാർബണുകൾക്കെടുത്ത് അതിൽ 2 കാർബണുകൾക്കിടയിൽ 2 വരകൾ വരച്ചിരിക്കുന്നു, അതാണ് ഡബിൾ ബോണ്ട്. ഇനി ഹൈഡ്രജനുകൾ കൊടുക്കുമ്പോൾ ഈ വരകളുടെ അടിസ്ഥാനത്തിൽ ഒരു വര മാത്രം വന്ന കാർബണിന് 3 ഹൈഡ്രജനും 2 വരകൾ വന്നിട്ടുള്ളതിനൊക്കെ 2ഉം, അതേസമയം 2 വശങ്ങളിലുമായി 3 വരകൾ വന്നിട്ടുള്ളതിന് 1 ഹൈഡ്രജനും കൊടുത്തിരിക്കുന്നു. ഇനി 2 വരകൾ വരച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ സ്ഥാനവില കൊടുക്കണം. അതായത് 1 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 1ന് ശേഷം ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നു, അതുകൊണ്ട് പെൻറ്റ് 1 ഈൻ. വീണ്ടും 5 കാർബണുകൾ എടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഭാഗത്ത് 2 കാർബണുകളാക്കിയിട്ടാണ് ഡബിൾ ബോണ്ട് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ സ്ഥാനവില കൊടുക്കുമ്പോൾ 2 വന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ 1, 2, 3, 4, 5 എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ പേര് പെൻറ്റ് -2-E. വീണ്ടും കാർബൺ ആറ്റങ്ങൾ 5 എഴുതുന്നു. ആ 5 കാർബൺ ആറ്റങ്ങളിൽ ഡബിൾ ബോണ്ട് വീണ്ടും ഇടത്തെ ഭാഗത്തേക്ക് നീക്കി. അപ്പോൾ നമ്മൾ സ്ഥാനവില കൊടുക്കുന്നത് ഇടത്തു നിന്നായിരിക്കണം, കാരണം കാർബണിന്റെ എണ്ണം കുറവ് ഇടത് ഭാഗത്താണ്. വീണ്ടും അതിൻ്റെ ഉത്തരം കിട്ടുന്നത് പെൻറ്റ് 2E. അതായത് മുൻപ് എഴുതിയതും ഇതും സെയിം തന്നെയാണ്. അതേപോലെ വീണ്ടും കാർബൺ ആറ്റങ്ങൾ 5 എഴുതുന്നു.
ഒന്നും കൂടി ഡബിൾ ബോണ്ട് ഇടത്തെ ഭാഗത്തേക്ക് നീക്കി വീണ്ടും നമ്മൾ സ്ഥാനവില കൊടുക്കേണ്ടത് ഇടത്തു നിന്നാണ്. കാരണം കാർബണിന്റെ എണ്ണം കുറവ് ഇടത് ഭാഗത്താണ്. ഇതിന്റെ പേര് പെന്റ് 1E. ഇതും ആദ്യം എഴുതിയതും സെയിം തന്നെയാണ്. ഇപ്പോൾ നാം എഴുതിയിട്ടുള്ള ഈ 4 കാർബൺ ചെയിനുകളിലും ആദ്യത്തെയും അവസാനത്തെയും സെയിം ആണ്, പെന്റ് 1E. രണ്ടാമത്തെയും മൂന്നാമത്തെയും സെയിം ആണ്, പെന്റ് 2E. അതിന്റെ സ്ട്രക്ചർ, അതായത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വ്യത്യാസമുണ്ടെങ്കിലും കോമ്പൗണ്ടുകൾ സെയിം ആണ്. ഓക്കെ, നമുക്ക് ഏതാനും ചില ആൽക്കീനുകൾ കൂടി ചെയ്യുന്നത് നോക്കാം. ഇവിടെ 4 കാർബണുകൾ എടുത്തിരിക്കുന്നു. ഈ 4 കാർബണുകൾക്കിടയിൽ ഒരറ്റത്ത് കിടക്കുന്ന കാർബണിന് അടുത്തായിട്ട് ഡബിൾ ബോണ്ട് ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് ബ്യൂട്ട് 1E. അതായത് ബ്യൂട്ട് എഴുതി സ്ഥാനം നോക്കുമ്പോൾ ഒരെണ്ണം ഉള്ളൂ ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്ത്, അതുകൊണ്ട് ബ്യൂട്ട് 1E. വീണ്ടും 4 എണ്ണം എഴുതുന്നു. 2 കാർബണുകൾ ഒരു വശത്താക്കി നമ്മൾ ഇടുന്നു. അങ്ങനെയാണെങ്കിൽ ബ്യൂട്ട് 2E. അടുത്തതായി 3 കാർബണുകളാണ് ഇടുന്നത്. അതിൽ 2 കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഇട്ടാൽ പ്രൊപ്പ് 1E. വീണ്ടും 2 കാർബണുകൾ ഇടുന്നു. ആ 2 കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഇട്ടാൽ മെത്ത് 1E അഥവാ മെഥീൻ. നമുക്ക് എഴുതാവുന്ന ഏറ്റവും ചെറിയ ആൽക്കീൻ എന്ന് പറയുന്നത് എത്തീൻ ആണ്. ഓക്കെ, അടുത്തതായി നമുക്ക് ആൽക്കീനിന്റെ ഇവിടെ കാർബൺ 5 എണ്ണം എടുക്കുമ്പോൾ ഹൈഡ്രജൻ 10 എണ്ണമാണ്. നമ്മുടെ പെൻറ്റീൻ എന്ന് പറയുന്ന എല്ലാത്തിലും നമുക്ക് അത് കാണാം. അതേസമയം ബ്യൂട്ട് 1E ആവുമ്പോൾ അവിടെ കാർബൺ 4 എണ്ണം എടുക്കുമ്പോൾ ഹൈഡ്രജൻ 8 എണ്ണമാണ്. അതുപോലെ പ്രൊപ്പ് 1E എന്നിവയിൽ നമുക്ക് കാർബൺ 3 എണ്ണം എടുക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ 6 എണ്ണം. അതുപോലെ കാർബൺ 2 എണ്ണം എടുക്കുന്ന എഥീനിന്റെ ഹൈഡ്രജന്റെ എണ്ണം 4 ആണ്. അതായത് കാർബൺ എത്ര എണ്ണം ആണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജന്റെ എണ്ണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒന്നുകൂടി പറഞ്ഞാൽ ആൽക്കീലിന്റെ മോളിക്യുലാർ ഫോർമുല എന്ന് പറയുന്നത് CnH2n. അതായത് സിയുടെ ഇരട്ടിയാണ് എച്ചിന്റെ എണ്ണം. അടുത്തതായി ആൽക്കൈനുകൾക്ക് പേര് നൽകുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആൽക്കൈൻ, ഇവിടെ കാർബൺ ആറ്റങ്ങൾ എഴുതി 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഇടുന്നത്. പേര് കൊടുക്കുന്ന രീതി ആൽക്കീനിൽ ചെയ്ത അതേ രീതി തന്നെയാണ്. എണ്ണം കുറവുള്ള എണ്ണമാണ് നമ്മൾ ഇവിടെ ഇടയിൽ കാണിക്കേണ്ടത്, അതായത് പെന്റ് 2 ഐൻ. അതുപോലെ ഇവിടെ എണ്ണം കുറവുള്ളത് 1 ആണ്, ബ്യൂട്ട് 1 ഐൻ. അതുപോലെ ഇവിടെ എണ്ണം കുറവുള്ളത് 1 ആണ്, പ്രൊപ്പ് 1 ഐൻ. അതുപോലെ ഇവിടെ എത്ത് 1 ഐൻ. അടുത്തതായി ആൽക്കൈനിന്റെ മോളിക്യുലാർ ഫോർമുല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോക്കൂ, ആദ്യത്തേതിൽ കാർബണുകൾ 5 എണ്ണമാണ്, അപ്പോൾ ഹൈഡ്രജൻ 8 എണ്ണം. കാർബൺ 4 ഹൈഡ്രജൻ 6, കാർബൺ 3 ഹൈഡ്രജൻ 4, വീണ്ടും കാർബൺ 2 ഹൈഡ്രജൻ 2. അതായത് കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചതാണ് ആൽക്കൈനിന്റെ മോളിക്യുലാർ ഫോർമുല CnH2n-2.